ഹലോ, പാലക്കാട് ഫെസ്റ്റ് വന്നിട്ടുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും വിചാരിക്കണം. ഞങ്ങൾ പോയി നോക്കിയിട്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പോകുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു. പൂവും പൂമ്പാറ്റകളൊക്കെ ആയിട്ട് നല്ല കളർഫുൾ എൻട്രി തന്നെയായിരുന്നു. ഇവിടെ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ആ വാട്ടർഫോളിന് തൊട്ട് മുന്നുള്ളതാണ്. നമുക്കിവിടെ നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, നല്ല ഫോട്ടോസും കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ക്രൗഡഡ് ആയതുകൊണ്ട് നമുക്ക് സിംഗിൾ ഫോട്ടോസൊന്നും നല്ല രീതിക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് സത്യാവസ്ഥ. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വാട്ടർഫോളാണ് കേട്ടോ. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 120 റുപ്പീസാണ്. 120 റുപ്പീസിന് വെർത്താണോ ചോദിക്കുന്നവർക്ക് വെർത്താണ്. നമുക്ക് ഫാമിലി ആൻഡ് ഫ്രണ്ട്സായിട്ട് പോയി നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും കുറേ നല്ല ഫോട്ടോസ് എടുക്കാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഡാൻസ് കളിക്കാൻ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു സെറ്റപ്പിൽ. അവിടെ കുറേ പേര് തുള്ളിച്ചാടി കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിപാടിക്ക് നിൽക്കാത്തതാണ്. പിന്നെ ഈ വാട്ടർഫോളിൽ കുറേ നേരം കയറി നിന്നു, നന്നായിട്ട് നനഞ്ഞു, കുറേ ഫോട്ടോസ് എടുത്തു. നല്ല രസമായിരുന്നു മൊത്തത്തിലും. പിന്നെ ഇത് അവിടുത്തെ ഒരു ഗോസ്റ്റ് ഹൗസാണ്. ഇവിടെ ഒരു 80 റുപ്പീസായിട്ട് എൻട്രി ചാർജ്. പക്ഷേ എനിക്ക് അത്ര വലിയ വർത്തായിട്ട് തോന്നിയില്ല കേട്ടോ. ചിലപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഓക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണത്. ഇത് പറഞ്ഞു വെച്ചാൽ കയറുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്ത് നിസ്സാരം പറഞ്ഞിട്ട് കയറിയതായിരുന്നു. പക്ഷെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ പൊന്നോ, ഞാൻ കത്തി നിലവിളിച്ച് ചുറ്റുവട്ടത്തുള്ളവർ മൊത്തം വന്ന് നോക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാനിത് ഊരി വെച്ചതും അങ്ങനെ പിന്തിരിഞ്ഞു പോയി. കാരണം അത്ര നിലവിളിക്കായിരുന്നു ഞാൻ. എനിക്ക് പിന്നെ വീഡിയോ കണ്ടപ്പോൾ ടെൻഷൻ, അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ കത്തിക്കയറിയല്ലോ. അപ്പുറത്തുള്ള കുഞ്ഞു പിള്ളേരടക്കം മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. ഞങ്ങളിതിൽ 1-2 ട്രൈ ചെയ്തു. ഇത് ഈ പറഞ്ഞ വളയം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം തരുന്നൊക്കെ പറയണത്. പക്ഷെ ഒരാളുടെ പോലും വീണത് ഞാൻ കണ്ടില്ല. ഞങ്ങൾ 6 റിങ് എടുത്തിട്ടുണ്ടായിരുന്നു. 6 ഒരെണ്ണം പോലും അതിൽ വീണില്ല. 2 താഴെ ഞാൻ വെറുതെ കളയുകയും ചെയ്തു. പിന്നെ കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കയറിയില്ല. പിന്നെ ഇത് പറഞ്ഞാൽ നമ്മുടെ മൈതാനത്തിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിലാണ്. ഈ നൈറ്റ് ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നോക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ കുട്ടികളുടെ കുറേ സംഭവത്തിലൊക്കെ കയറി കളിച്ചു. ഇതിലൊക്കെ ഞാൻ കുഞ്ഞിലെ കയറി കളിച്ചിട്ടുള്ള സംഭവം. അതിന് ശേഷം പോത്തുപോലെ വളർന്നിട്ട് ഇപ്പോഴാണ് കയറുന്നത്. പൊട്ടുന്നൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും നമ്മൾ കയറി ഇങ്ങനെ ആടി തുടങ്ങിയപ്പോൾ ഇപ്പോൾ ആ ത്രില്ലിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന്. മൊത്തത്തിൽ അൺപ്ലാൻഡ് ആയിരുന്നു, പക്ഷെ സൂപ്പറായിരുന്നു.